അപ്പൊ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ടയർ നമ്മൾ മാറി കേട്ടാ. ഇതാണ് മാറിയ ടയർ. മേടിച്ച ടയർ അമ്മയെ കിടപ്പുണ്ട്, ഇട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം മൊത്തം വരുന്നത്. ഇത് കണ്ട വീഡിയോയിൽ കാണും, കൈ മൊത്തം ഇവിടെ ഇങ്ങനെ ചെത്തിപ്പോയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ എത്തി, ഇവിടുന്ന് ഇങ്ങനെയും ചെത്തിപ്പോയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. പിന്നെ ബാക്കിലേക്കൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെത്തി വന്നിട്ടുണ്ട്. ഇവിടെ പതിയെ കുറേശ്ശെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ മുഴപ്പ്, ഇവിടെ മുഴച്ചിട്ട് ഇവിടെ ചെത്തിപ്പോയ പോലെ ഇരിക്കണത്. പക്ഷെ ടയർ നല്ല ടയറായിരുന്നു കണ്ട. ഇനി ഒരു 10-15 കിലോമീറ്ററിന് മേളില് ടയർ ഓടും, നല്ല രീതിയിൽ കിടന്ന് ഓടിയാനെ. പക്ഷെ എന്ത് പറയാനാണ്, അതങ്ങോട്ട് ടയറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇട്ടേക്കാം. അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ച ടയർ. അപ്പോളോടെ ടയറാണ് മേടിച്ചേക്കണത്. പക്ഷെ എനിക്ക് ഇതിനകത്തൊരു പോരായ്മ കൊണ്ട് എന്താണെന്നറിയോ, ഇതിന്മേൽ ഈ ടയർ കണ്ടിട്ടുണ്ടെങ്കിൽ പുതിയ ടയറാന്ന് ഒരു കാരണവശാലും പറയല്ലേ ഈ വണ്ടിയുടെ ടയർ കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഈ വണ്ടി മേടിച്ച സമയത്ത് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് മേടിച്ച സമയത്തുള്ള ടയർ കാണിച്ചു തരാം. മേടിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കൊണ്ട് മാറിയത്, ബാക്കിൽ 2 ടയർ മാറി. ഈ ടയർ നോക്കിയേ, TVSന്റെ ടയറാട്ടാ. ഇതിന് തുഫാൻ അങ്ങനെ എന്തൊക്കെയാണ് ടയറിന്റെ പേര്. ഈ ഒരു TVSന്റെ ടയറും അതും തമ്മിൽ കമ്പയർ ചെയ്യാൻ നേരത്ത് അതെന്തോ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി കുറവോ എന്താ പറയാ, എന്തോ ഒരു പോരായ്മ അതിനകത്തുണ്ട്. ഇത് കാണാൻ നേരത്തെ ഇപ്പോഴും പുതിയ ടയർ പോലെ ഇരിക്കുന്നു. ഈ സാധനം കണ്ട, എന്റെ പേര് റബ്ബർ പോലെ സാധനം, അതൊന്നും പോയിട്ട് കൂടിയില്ല. അതുമേലെ ഒരു 3-4 അങ്ങാണ്ടേ ഉള്ളത്. പിന്നെ ആ ടയറിനകത്ത് ഒരു ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇതിന്റെ ഇവിടെ ഒരു തട്ട് പോലെ ഉണ്ട് കേട്ടാ, കുറച്ച് പൊങ്ങി നിൽക്കുകയാണ്. ഇതിന്റെ ഒരു കട്ട അടിച്ച ടയർ പോലെയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ പുത്തൻ ടയറാണ്, TVSന്റെ പുത്തൻ ടയർ മേടിച്ചിട്ടാ കേട്ടോ. ഇതിന് ഏകദേശം ഒരു 3500 രൂപ ആ റേഞ്ചിലാണ് ഞാൻ മേടിച്ചത്. പക്ഷെ ഇത് അപ്പോളോടെ ടയർ മേടിച്ചത് ഒരു 3200 കേട്ടാ മേടിച്ചത്. ടയറാണ് ഒരു പഴയ ടയർ പോലെ തന്നെ ഇരിക്കുന്ന കേട്ടാ. ആകപ്പാടെ ഒരു 40 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഞാൻ മാറിയിട്ട്. അത് അതിൽ കൂടുതൽ ഓടിച്ചിട്ടില്ല. ഇതും അപ്പുറത്തെ ടയർ കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് ഇത് ഇത്ര നാള് കിടന്നിട്ട് ഇതിനകത്ത് ഒരു വിഷയം ഉണ്ടായിട്ടില്ല കേട്ടാ. ദൈവാധീനത്തിനൊന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റില്ല എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ പിന്നെ ഇപ്പുറത്ത് കാണിച്ചു തരാം. ഇതും ആ സെയിം ടയർ തന്നെയാണ് ഈ കിടക്കുന്നത്. ഇതിനും വലിയ കാര്യമായിട്ട് തകരാറുകളൊന്നും ഇല്ല. കഴിഞ്ഞത് രാണി കയറി എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു, വേറൊന്നും ഇല്ല കേട്ടാ. ഒന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ ഫ്രണ്ടില് ഇത് നമ്മൾ മേടിച്ചപ്പോ തന്നെയുള്ള ടയറാണ്. ഇത് കണ്ട, ഇതിനും വലിയ തകരാറൊന്നുമില്ല. വലിയ തകരാറില്ലെന്നല്ല, കുറച്ചേ കഴിഞ്ഞിട്ടുള്ളു. പക്ഷെ അപ്പുറത്ത് നമ്മള് ടയർ മാറിയ പോലെ വെട്ടിത്തയവ് കാര്യങ്ങളൊന്നുമില്ല കേട്ടാ. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ റൈറ്റ് സൈഡിൽ സ്പിൻഡില് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഷോറൂമിൽ ആദ്യം ഞാൻ ടയർ മാറുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ഷോറൂമിൽ കൊണ്ട് കാണിച്ചായിരുന്നു. ഷോറൂമിൽ കാണിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ടയറിന്റെ പ്രശ്നമാണ്, ടയർ മാറിയാൽ മതിയെന്ന് പറഞ്ഞു. ടയർ മാറാൻ ചെന്നപ്പോഴത്തേക്ക് അലൈൻമെന്റ്സ് ചെക്ക് ചെയ്തിട്ട്, ടയർ മാറിച്ചു അലൈൻമെന്റ്സ് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഗ്രീസ് അടിക്കുന്ന സമയത്ത് അവിടെ ചിലത് ആ ചേട്ടന്മാർ പറയാറുണ്ട്, ഇതിന്റെ സ്പിൻഡില് കംപ്ലൈന്റ് ആണ്, ഒന്ന് നോക്കണം കേട്ടോ, ഇറക്കൊണ്ടൊന്ന് കാണിക്കണം കേട്ടോ എന്നിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ നമ്മൾ ഷോറൂമിൽ കാണിക്കാത്തവന്മാര് കുഴപ്പമില്ല, അത് വിഷയമില്ല, കംപ്ലൈന്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞു വിടുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ മേല. പക്ഷേ എന്തായാലും കുറച്ച് നാളൊക്കെ കൂടി ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇനി റൈറ്റ് സൈഡിൽ തന്നെ ഇനി വെട്ടിത്തേവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പിൻഡിലോ ബെയറിങ് പോയി കാണാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ മറ്റേ ജാക്കിപ്പുറത്ത് കയറ്റി വെച്ച് ഇങ്ങനെ പിടിച്ച് ഇളക്കിയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇളക്കവും കാര്യങ്ങളൊന്നും ഇല്ല. ബെയറിങ് പോയിട്ടില്ല. അപ്പൊ എന്തായാലും സ്പിൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗിൽ അടിയൊക്കെ വരേണ്ടതാണ്. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല. നോക്കാം, ഇനി വെട്ടിത്തേയാണെങ്കിൽ എന്തിന്റെ കംപ്ലൈന്റ് ആണെന്നൊക്കെ നോക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്തായാലും ആ ടയർ ലാസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം നോക്കട്ടെ. അതിന്റെ ഒരു കിടപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വില കുറവ് കണ്ടിട്ട് മേടിച്ചു കേട്ടോ ആ ടയർ. നല്ല ടയറാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇട്ട് ഓടിച്ചു നോക്കാം. ഇപ്പൊ ഇനി 40 കിലോമീറ്ററിൽ ഒരു വെട്ടിത്തേവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആ ഓടിയതിന്റെ ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നല്ല ടയറായിരിക്കും എന്നാണ് പ്രതീക്ഷ. നോക്കട്ടെ, എന്തായാലും നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ബൈ.